എൻ്റെ പേര് ശിവൻ. ഇത് എൻ്റെ വൈഫ് ശുഭ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കൂടൽ പുന്നമട എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞങ്ങൾക്ക് ഒരു 20 വർഷം മുമ്പ് പഴക്കമുള്ളൊരു വീടായിരുന്നു ഇത്. പക്ഷേങ്കിൽ 20 വർഷത്തെ പഴക്കം ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു മോഡലും അതിൻ്റെ ഒരു ഷേപ്പും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്നൊരു തോന്നൽ വന്നത് കാരണത്താൽ ഇങ്ങനെ മനസ്സിലൊരാശയം വന്നു, ഇതൊന്ന് മാറ്റിയെടുത്താൽ കൊള്ളാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വൈഫ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് 2-3 ആൾക്കാരെ കണ്ടുപിടിച്ചു. 2-3 പേരുമായിട്ട് ബന്ധപ്പെട്ടു. അവർ ഒരു കൂട്ടർ തിരുവനന്തപുരം, മറ്റൊരു കൂട്ടർ തിരുവല്ല, വേറൊരു കൂട്ടർ എറണാകുളം. ഇങ്ങനെ 3 കൂട്ടർ വന്നതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് അവരിവിടെ വന്ന് ഞങ്ങളുടെ പഴയ വീട് കണ്ടു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു, അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഷേപ്പ് വരുത്തി തരാം. എന്നിട്ട് അവർ തന്നെത്താനെ ഇതിൻ്റെ ഒരു 3D പിക്ചർ എടുത്ത് നമ്മളെ ഏൽപ്പിച്ചു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് ഇഷ്ടമായി. എന്നെക്കാട്ടിലുപരി ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം പോകുന്നത് നമ്മുടെ വൈഫ് ശുഭയ്ക്കാണ്. പുള്ളിക്കാരിയാണ് ഇതിന് തുടക്കമിട്ടത്. അപ്പോൾ 3Dയിലെ പിക്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് വളരെ സന്തോഷമായി. എന്നാൽ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പണിയുടെ തുടക്കം തുടങ്ങി വെച്ചത്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിന് എത്ര തുകയാകും, ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള എത്ര ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണോ? ഒരു പഴയ വീട്ടിൽ പുതുക്കി പണിയുമ്പോൾ ഒരു പുതിയ വീട് വെക്കാനുള്ളൊരു തുക വീണ്ടും നമ്മൾ ആ പഴയ വീട്ടിൽ ചിലവാക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും ഞങ്ങളൊരു എസ്റ്റിമേറ്റ് ഇട്ടു. അതിനുള്ളിൽ ഒതുങ്ങുകയാണെങ്കിൽ മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ വീണ്ടും വന്നു. 2-3 ടൈം വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ പറവൂർ, എറണാകുളം ജില്ലയിൽ പറവൂർ ബേസ്ഡ് ചെയ്തിട്ടുള്ള TJ കൺസ്ട്രക്ഷൻ നോർത്ത് പറവൂർ, അവരാണ് ഇത് 3D ആക്കി തന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. നമ്മുടെ എസ്റ്റിമേറ്റിൽ ഒതുങ്ങുന്നതാണെങ്കിൽ മാത്രം അവരുമായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ വന്നു, 3D കാണിച്ചു. ഞങ്ങൾക്കത് ഇഷ്ടമായി. പക്ഷേ ഈ TJ കൺസ്ട്രക്ഷൻ്റെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത്, എൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇരിക്കുന്ന വ്യക്തിയാണ്, സാബു. പുള്ളിയായിട്ട് ആദ്യ ചർച്ചയിൽ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചാൽ നമുക്ക് സമയത്തിനുള്ളിൽ ചെയ്ത് തരും എന്നുള്ളൊരു തോന്നൽ ഏതൊരാളോട് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ, ഈ ആളിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിനുള്ളിൽ ചെയ്ത് കിട്ടുമോ. തന്നെയുമല്ല, ഞാൻ കുറേ സമയപരിമിതം ഉണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ തന്നെ ഇത് ചെയ്ത് തരുമെന്നുള്ളൊരു ഉറപ്പ് അവർ തരികയും, അവർ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒരു 10 ദിവസം കൂടി അവർക്ക് അധികം കൊടുത്തിട്ടും അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പണി പൂർത്തീകരിച്ച് തരികയും, അങ്ങനെ എല്ലാ രീതിയിലും നല്ല ഭംഗിയായിട്ട് അവർ പണി ചെയ്ത് തീർത്ത് തന്നു. പണി കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ മൊത്തത്തിൽ പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓവറോൾ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ചതിലും അവർ 3D ആക്കി തന്ന പിക്ചറിനെക്കാട്ടിലും നല്ല ഭംഗിയായ രീതിയിൽ അത് നമുക്ക് കാണാൻ സാധിച്ചു. അത്ര നല്ല ഭംഗിയായിട്ട് അവരുടെ വർക്ക് അവർ അവസാനിപ്പിച്ച് തരികയും അവരുമായിട്ട് വളരെ രമ്യമായ രീതിയിൽ പിരിയുകയും ചെയ്തു. പക്ഷേ ഒന്ന് പറയാനുള്ളത്, ഈ പാർട്ടി, ഈ സാബു എന്ന് പറയുന്ന പാർട്ടിയുടെ നമുക്ക് എപ്പോഴും ഏത് സമയത്തും അവരുടെ കമ്മിറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് 100% അവർ നല്ല ഭംഗിയായി അത് പാലിക്കാൻ മനസ്സുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഏത് സമയത്തും ആർക്കും എന്ത് ജോലിയും ആ പുള്ളി ഏൽപ്പിച്ചാൽ നമുക്ക് കൊടുക്കുന്ന തുകയ്ക്ക് പ്രതിഫലം നല്ല ഭംഗിയായ രീതിയിൽ, അതിലുപരി നമുക്ക് മനസ്സിന് തൃപ്തികരമായ രീതിയിൽ അവർ പണി ചെയ്ത് തീർത്ത് തരികയും ചെയ്യും. എല്ലാം കൊണ്ടും അവരുടെ എല്ലാ വർക്കും നല്ലതാണ്. ഇലക്ട്രിക്കലായാലും പ്ലംബിംഗ് ആയാലും മറ്റു കൺസ്ട്രക്ഷൻ ലൈനായാലും എല്ലാം നല്ല ഭംഗിയായ രീതിയിൽ അവരത് അവസാനിപ്പിച്ചു. ഞങ്ങളോട് വളരെ നല്ല സന്തോഷമായിട്ട് അവർ പിരിഞ്ഞ് പോവുകയും തിരിച്ച് വീണ്ടും ഇപ്പോഴും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് വൈഫിനാണ്. കാരണം പുള്ളിക്കാരിയുടെ ഒരു അഭിപ്രായ പ്രകാരമാണ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തെടുത്തതും. ഇതെല്ലാം പുള്ളിക്കാരി തന്നെയാണ് ചെയ്തത്. ഞാൻ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയെ വിളിച്ച് സംസാരിച്ചു എന്നുള്ളതിന് അപ്പുറത്ത് ഞാനൊന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും വൈഫാണ് ഡീൽ ചെയ്തത്. ഓരോ വർക്കും ഓരോ സമയത്തും അവരുടെ പ്രോഗ്രസ് കഴിയുമ്പോൾ അതെന്നോട് പറയാറുണ്ട്, അത് കൊള്ളാം, മറ്റേ കൊള്ളാം, ഇനി അല്ലേ ഒരു മാറ്റം വരുത്തണം, അല്ലെ വേറെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പുള്ളിക്കാരി തന്നെ എന്നോട് പറയും. അതനുസരിച്ച് ഞാനത് സാബുവിനോട് പറയും. അവരതനുസരിച്ച് മാറ്റം
മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. അങ്ങനെ മാറ്റങ്ങൾ വരുത്തതനുസരിച്ച് നമ്മൾ പറഞ്ഞുറപ്പിച്ച എസ്റ്റിമേറ്റിലോ ബഡ്ജറ്റിലോ യാതൊരു എക്സ്ട്രാ ചിലവോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര ചിലവായി അത് നിങ്ങൾ പറഞ്ഞതിലും കൂടുതൽ എഗ്രിമെൻറ്റിലും കൂടുതൽ പൈസ ആകും എന്നൊന്നും ആ പാർട്ടിയിൽ നിന്ന് നമുക്കൊരു അനുഭവം ഉണ്ടായില്ല. എല്ലാം കൊണ്ടും തൃപ്തികരമായ രീതിയിലാണ് അവർ പണി അവസാനിപ്പിച്ച് പിരിഞ്ഞത്. നമ്മൾ ഉദ്ദേശിച്ചാലും വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. വളരെ സന്തോഷം. മെനി താങ്ക്സ്. ഇനി എനിക്ക് ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങൾ 3 പാർട്ടിയുമായിട്ടാണ് ബന്ധപ്പെട്ടത്. ഞാൻ പറഞ്ഞിട്ട് ഒന്ന് തിരുവല്ല, ഒന്ന് എറണാകുളം, ഒന്ന് ട്രിവാൻഡ്രം. ഈ തിരുവനന്തപുരവും തിരുവല്ലയും വന്നതിലും ഏറ്റവും നല്ല 3D പിക്ചർ നമ്മളെ കാണിച്ചതും നമുക്ക് കണ്ടാൽ ആകർഷമായിട്ട് തോന്നിയതും ഈ സാബുവിൻ്റെ പിക്ചറായിരുന്നു. ആ 3D ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമാണ് ആ പുള്ളിയെ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ഈ 2 തിരുവനന്തപുരവും തിരുവല്ലയും അവർ 2 പേര് കൊണ്ട് കാണിച്ചതിൽ നല്ല ഭംഗിയായ രീതിയിൽ ഇവർ കാണിച്ചു. ഏകദേശം ഒരു 4 പ്രാവശ്യം അവർ 3D നമുക്ക് ഓരോ മാറ്റങ്ങൾ വരുത്തി 4 പ്രാവശ്യത്തോളം ഏകദേശം 3D മാറ്റി തന്നു അല്ലേ? 4-5 പ്രാവശ്യങ്ങളോളം 3D മാറ്റി. അങ്ങനെ അവസാനം മനസ്സിന് ഇഷ്ടമായ രീതിയിൽ ആ ലാസ്റ്റ് ഘട്ടത്തിൽ കൊണ്ടു തന്ന ആ ഒരു ഷേപ്പാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഷേപ്പ്. അത് നമുക്ക് വളരെ തൃപ്തിയായി. ഈ പരിസരത്തുള്ള ആൾക്കാർ വരുന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരെല്ലാം ചോദിക്കുന്നുണ്ട് ഇത് എവിടുത്തുകാരാ പണിഞ്ഞത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ വീട് രൂപം മാറ്റണമെന്നോ ഷേപ്പ് മാറ്റണമെന്നോ തോന്നിച്ചാൽ തീർച്ചയായിട്ടും ഈ സാബുവായിട്ട് ബന്ധപ്പെടാം. അതിന് 100% ഞാൻ ഗ്യാരണ്ടിയും തരുന്നു. താങ്ക് യു. ഇനിയിപ്പോൾ ലാസ്റ്റിൽ എനിക്ക് പറയാനുള്ളത് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. യൂട്യൂബിൽ ആരെങ്കിലും നിങ്ങളിത് ഈ നമ്മുടെ വീടിൻ്റെ ഈ ഷേപ്പ് കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ഇത് ഒരു പുതുമ വരുത്തണമെന്ന് തോന്നിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറ്റി പണിയണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടാം. അദ്ദേഹത്തിൻ്റെ നമ്പർ TJ കൺസ്ട്രക്ഷൻ നോർത്ത് പറവൂരാണ്. താങ്ക് യു വെരി മച്ച്.